നമുക്ക് ഐവിയാണ്. ഐവി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലായിരിക്കും പോകുന്നതെന്നല്ല. വിഴിഞ്ഞം പോർട്ട്. സമയം 6:30 ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. കോളേജ് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. വിത്ത് ഫുൾ യൂണിഫോം. അങ്ങനെ MBAക്കാരുടെ ഫസ്റ്റ് IV ടു വിഴിഞ്ഞം പോർട്ട്. പക്ഷെ അവിടെ പോയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല എന്ന് അവർ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് ഇതിലൊന്നും കാണൂല. എന്നാലും ഐ വിൽ ഷോ യു സംതിങ്. എന്തെങ്കിലും കാണിച്ചു തരാം. ബാക്കി എല്ലാവരെയും കാണിച്ചു തരാം. എല്ലാവരും താഴെ പോയി. ഞാനും അലീസിയ മഞ്ചേരി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം. എല്ലാരും ഇറങ്ങി. വൈഷ്ണവി രവീന്ദ്രൻ വന്നു. ബൈ ബൈ. വൈഷ്ണവി വീട്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ. ഈ ലൈറ്റൊക്കെ ലൈറ്റുള്ള മറ്റേ ബിടെക് പിള്ളേർ ഐവി പോണത്. ഞങ്ങൾ ഇതിലായിരിക്കും ഗൈസ് പോകുന്നത്. ഈ ലൈറ്റൊക്കെ അപൂർവത്തിൽ മാത്രം കാണാൻ പറ്റത്തുള്ളൂ. ഇത്ര പേര് ഇവിടെ എത്തി. ഹോസ്റ്റലേഴ്സിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ് പറയൂ ഐഷു എല്ലാരും. ഇനി നിങ്ങൾക്ക് നമ്മൾ സ്റ്റാറിനെ കാണിച്ചു തരാം. ഞാൻ സ്റ്റാർ സൈഡിൽ ഫോട്ടോ വയ്ക്കാം. സലീം കുമാറിന്റെ. ഐഷു എവിടെ കൈയാണ്? ഐഷു കൈയാണ്. പച്ചയാണ് ഹൈലൈറ്റ്. ഇഷ്ടമി ഒരു ഹായ്. ഐഷ വന്നില്ലേ? ഐഷ അടുത്ത വ്ളോഗർ. ഇനി വ്ളോഗ് തട്ടി നടക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ എല്ലാം വ്ളോഗറാണ്. എന്ത് പറയാനുണ്ട്? വിഴിഞ്ഞം പോർട്ടിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? പോകുമ്പോ അറിയാം. നല്ല വെയില്, നല്ല ടാന്. കാര്യമില്ലല്ലോ. നമ്മൾ പോകുന്നതും പോയിട്ട് വരുന്നതും ഉള്ള ഒരു വ്ളോഗ് നമ്മൾ പോകുമ്പോ നല്ല കോലത്തിലാണ് ഗൈസ് പോകുന്നത്. പക്ഷെ വരുമ്പം ബാസന്തി കോലമായിരിക്കും. നമ്മളെല്ലാരും സൺസ്ക്രീൻ വാരി പൊത്തിട്ടുണ്ട്. അതാണ് ഇപ്പൊ എല്ലാരും കാണാൻ നല്ല ഭംഗിയായി. തിരിച്ചു ഫോണിൽ എന്താ നോക്കുന്നേ? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ എല്ലാരും അവിടെ കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. കഴിവുള്ള മക്കളുമാരുണ്ടെങ്കിലും കൂടെ ബാഗ് നോക്കട്ടെ. ഇപ്പൊ ഞാൻ വന്നേടി എല്ലാം പറക മോളാണോ മോനാണോ ഐഷു? മോളിന്റെ മോൾ. മോള് അമ്മ എടുത്ത് വാ മോളെ. ആ മോളെ ഇപ്പൊ മോള് പട്ടീനെ ഭയങ്കര ഇഷ്ടം. രണ്ട് പേ പിടിച്ചതുകൊണ്ട് കുഴപ്പം. നിങ്ങളിത് കാണണം ഗൈസ്. പട്ടി വിരുദ്ധ. നീ ഇടയിലെന്ന് പറഞ്ഞല്ലേ? അലീസ ഞാൻ ബസ് കയറി. മൂന്ന് സീറ്റുള്ളടത്ത് ബസ് കയറി.
സീറ്റ് ഇല്ല. അല്ല എനിക്ക് ബാക്കിൽ ഒരുപാട് ബസ്സിൽ കയറി പക്ഷെ അത്ര കുഴപ്പമില്ല. ആ പട്ടിക്കുട്ടൻ സ്പോട്ടഡ്. അലീസ പോയി. എന്താടാ ഇത്? എന്താ ലൈവ് എക്സ്പ്രഷൻ. ഇൻവെർട്ടർ ഇത് അല്ല, നിങ്ങളത് കണ്ടോ? ബസ് എടുത്തിട്ട് അയ്യോ ഇനി ആരുണ്ട്? ഇതെന്താ? ആരൊക്കെയോ ഉണ്ട്. ലൈവ് തുടങ്ങിയിട്ട് 5 മിനിറ്റായി. ഇതുവരെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഹോസ്റ്റലെത്തിയാൽ മതി തിരിച്ച്. ഫാമിലി ട്രിപ്പ് ഇതിനേക്കാൾ അടിപൊളിയായിരുന്നു ഗൈസ്. ഗുളിക കഴിച്ച് ഐശു ഇരിക്കുന്നു. ഐശുനടിയല്ലേ? കറന്റ് സ്റ്റേറ്റ് ഓഫ് IV. കസ്തൂരാതി ഗുളിക തിന്നുന്നു, റിനിയെ ഊക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. കാണാൻ പറ്റില്ല. നമ്മളിപ്പോ എവിടെ എത്തി? ഇതെവിടെയോ ആണ്. ടാറ്റ കൺസൾട്ടൻസി. ടെക്നോ പാർക്ക് ഏതോ ഒരു ഫേസ് എത്തി. വായിക്കാത്ത ചേട് ഇനി എല്ലാരും ഉറങ്ങി മരിച്ചിരിക്കുന്നു. നോ പാർക്കിംഗ്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിരിക്കും അല്ലേ? ഇനി ഇപ്പോഴേ കണ്ടുകൂടാ. സൺകിസ്ഡ് സ്ലാബ് ഇവിടെ എത്തി. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് നോ ഫോട്ടോഗ്രാഫി, നോ വീഡിയോഗ്രാഫി. തിരിച്ചു പോണം. വേറെ വഴി കാണുമായിരിക്കും അല്ലേ? കണ്ടുകൂടടി വെട്ടോ അവിടെ. നമ്മൾ തിരിച്ചു പോന്നു. വേറെ അല്ലെങ്കിൽ ഇഡലി തരാൻ പറ. വിശക്കണ്. 10-15 മിനിറ്റ് ആയി ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട്. നമ്മളെ അകത്ത് കയറ്റുന്നില്ല. എന്തോ പാസിന്റെ കാര്യം എന്തൊക്കെയാണ്. ഐവി വിചാരിച്ചതുപോലെ ഒന്നും ആവുന്നില്ല. എല്ലാരും ഉറങ്ങി തണുത്തൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്. കോളേജിലായിരുന്നു നമ്മൾ കഴിച്ച ക്ലാസ്സിൽ കയറിയത്. ഈ ഫോൺ എങ്ങനെയാ ഇങ്ങനെ ഇരിക്കണേന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിഞ്ഞോളെങ്കിൽ ഇപ്പൊ മനുഷ്യർ പറഞ്ഞുതരും എന്താ ഈ ഫോൺ ഇങ്ങനെ ഇരിക്കണ. ബിക്കോസ് ഓഫ് വേഗം പറഞ്ഞില്ലേ, ബിക്കോസ് ഓഫ് സിലിക്കൺ സക്ഷൻ. ഇതാണ് സാധനം. തുളസി ഇതുപോലെ ഇന്നലെ രാത്രി വിശന്നിരുന്നപ്പോൾ ഞാൻ ഒരു ഏത്തപ്പഴം കഴിച്ചു. ഭയങ്കര ടേസ്റ്റ്.
ബസ് പോണു. അവരുടെ ബസ് വരും, അതിലെ നമ്മളെ കൊണ്ട് പോകത്തുള്ളൂ. അപ്പോഴേ പറഞ്ഞേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇരിക്കത്തില്ലെന്ന്. അവരുടെ ബസ് ഇവിടെ എവിടെയോ കാണിച്ചു തരാം. അത് നമ്മളെ ബസ്സിനേക്കാളും കൊള്ളാം. ആ ബസ്സിലെ പോകാൻ പറ്റത്തുള്ളൂ. ഫോണ് കയ്യിൽ വെച്ചോന്ന് പറഞ്ഞു. നോ വീഡിയോ നോ ഫോട്ടോ. നല്ല കളർഫുൾ. നമ്മളെ ബസ്സിനേക്കാളും കൊള്ളാം. നമ്മളെ ബസ്സിനേക്കാളും കൊള്ളാം. നല്ല ചുമന്ന കളർ ബസ്. നമ്മുടെ ബസ് കൊണ്ട് കയറ്റില്ല. ഇത് അവരുടെ ബസ്സാണ്. ഈ ബസ്സിൽ കയറിയാലും അലീസയല്ലേ ആ പോയ കൊള്ളല്ലേ? SFI തലേ നോക്കൂ. വീണ്ടും നിങ്ങളോ? ഹരിപാപകരം പച്ചപ്പ് നിറഞ്ഞ സ്ഥലം. കൈകൾ പുറത്തിടുന്നത് ശിക്ഷാർഹമാണ്. ഈ വ്ളോഗ് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫൈൻ അടിക്കണം കേട്ടോ. ഇനി അടുത്ത് ഞാനും കൂടി. നല്ല വെയിലുണ്ട്. തൊപ്പിയും കോട്ടൊക്കെ കിട്ടിയാ മതിയായിരുന്നു. കൊടയും ഇല്ല. ഞാൻ ഡ്രെഡ്ജിങ് കണ്ടു ഗൈസ്. ഡ്രെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഈ കടലിന്റെ അടിയിലുള്ള, അതായത് വെള്ളത്തിലുള്ള മണ്ണും പൊടിയും സംഭവങ്ങളൊക്കെ പുറത്തെടുത്ത് കളയുക. ആ ഒരു സംഭവമാണ് ഡ്രെഡ്ജിങ്. ക്ലാസ്സിൽ സാറ് പറഞ്ഞപ്പോഴേ അത് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടു, പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. നമ്മൾ അകത്ത് കയറി വന്ന് പിന്നെയും ബസ്സിൽ കയറി. അങ്ങോട്ട് എവിടെ പോവാൻ? വലിയൊരു കപ്പൽ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. എല്ലാം കോൺഫിഡൻഷ്യലാണ്. പറ്റത്തില്ല. ഞാൻ ഒന്നും കാണിച്ചു തരില്ല. കാണാന്നുള്ളവർ ഇവിടെ വന്ന് കാണും. നല്ല രസം. ഞാൻ കാണാനൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറെ കണ്ടെയ്നർ ഉണ്ട് അല്ലേ? മഞ്ഞ, ചുവപ്പ്, നീല, പിന്നെ വലിയ വലിയ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ കാണുന്ന നീല കളർ സംഭവം, ടവർ പോലെ ട്രക്ക് പോലത്തെ സംഭവമുണ്ട്. കണ്ടെയ്നറാണ് ഇഷ്ടം പോലെ കണ്ടെയ്നർ. നമ്മൾ സിനിമ ഷൂട്ടിംഗ് ഒക്കെ എടുക്കും പോലത്തെ സ്ഥലം ഇഷ്ടം പോലെ. മറ്റേ ആലീസ് ഇൻ ബോർഡർലാൻഡില് ഒരു സീസണിൽ ഒരു എപ്പിസോഡ് വരും, അതുപോലെ സൂപ്പർ. പിന്നെ വിഞ്ച് പോലത്തെ സാധനം. ഇതൊക്കെ എന്തോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടാ. അത് വയറെന്തോ ആണേ. കണ്ടെയ്നർ മാത്രം ഇഷ്ടം പോലെ. സാറ്റിസ്ഫാക്ഷൻ കാണുമ്പോ ഭയങ്കര വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. അത് പിന്നെ താഴോട്ട് വെച്ച് തൊപ്പി തട്ടിയൊന്നും ഒന്നാതെ കഞ്ചാക്കൂല. എന്റെ ഇടയിൽ കൂടി നമ്മളകത്ത് പോയി വരെ നമുക്ക് കുറെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ തന്നു ഒരു കുറെ കാര്യങ്ങള്. എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിലായോ? അതിനുള്ളിൽ കാണാനില്ല. ഇങ്ങനെ പറയും. എന്തൊരു ചൂട്. സോ മെനി തൊപ്പികൾ. ഇത് ടോട്ടൽ 336 ഏക്കറുണ്ട്. 336 ഏക്കറുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. വീഡിയോ എടുത്തിരിക്കുന്നത് സ്മഗ്ലിംഗ്. ഞാൻ ഇവിടുത്തെ ഒന്നും കാണിക്കുന്നില്ല. ശരിയെന്നാ ബാക്കി കൂടെ പോയി കണ്ടിട്ട് വരാം. നമ്മൾ ഫുഡ് കഴിച്ചു. ദോശ, ചമ്മന്തി, സാമ്പാർ, ചായ. വിശപ്പിന് കഴിക്കാം. ഇനിയിപ്പോൾ അടുത്തിപ്പോൾ സമയം 10:45. നമുക്കൊരു ക്ലാസ് ഉണ്ട്, അതിന് പോകണം. ആയിരിക്കും. പ്രസന്റേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു. എന്താണെന്ന്
പ്രസന്റേഷൻ എന്തോ ഇപ്പൊ നമ്മളിവിടെ കണ്ട കാര്യമൊക്കെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അറിയത്തില്ല. വീഡിയോ എടുക്കാൻ പറ്റാത്തോണ്ട് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനും പറ്റുന്നില്ല. നമ്മളിവിടെ മദർ ഷിപ്പ് കണ്ടു. മദർ അതായത് വലിയ ഷിപ്പില്ലേ, വലുതും അത് കണ്ടു. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഗൈസ്. ഞങ്ങള് ഇല്ല അങ്ങനെ ഫോട്ടോ എടുക്കാം നമുക്ക്. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തു. പിന്നെ അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. ഇവിടെ വേറൊരു സംഭവമുണ്ട് ഗൈസ്, ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പൊ ഇന്നില്ലേ സുമ്മാ ഒരു വീഡിയോ എടുക്കട്ടെ. എന്താ നമുക്കിങ്ങനെ എടുക്കാം. ആൾമോസ്റ്റ് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടീഷർട്ട് എന്തോ തരുന്നുണ്ടോ എന്ന് തോന്നുന്നു. ടീഷർട്ട് മേടിക്കാൻ എല്ലാവരും അവിടെ പിരിക്കുവാണ്. നമുക്ക് പോകണം. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം. എന്നിട്ട് നേരെ ബസ്സിൽ കയറി പോവുമായിരിക്കും. പിന്നെ ക്ലാസ്സിനെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ക്ലാസ് ആയിരുന്നു. എനിക്കിതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. സാറാവിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു അല്ലേ? പറ്റി ഒത്തിരി അറിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റി. ഭയങ്കര ഇവിടെ വലിയൊരു മദർ ഷിപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കതൊന്നും കാണാൻ പറ്റില്ല നേരെ. എന്നാലും നമ്മൾ കണ്ടു. നമുക്ക് എല്ലാവർക്കും അകത്ത് കയറണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പറ്റിയില്ല. അവർ സമ്മതിക്കത്തില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. ഇവിടെ വീഡിയോസ് എടുക്കാൻ സമ്മതിച്ചില്ല. ഞാൻ ഇതൊക്കെ വോയിസ് ആയിട്ട് പറയാമെന്ന് വെച്ചു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നേരെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് പുറത്താ, അതുകൊണ്ട് കുഴപ്പമില്ല. എവിടെ റിനി? എവിടെ റീനയാണ് ഇവിടുത്തെ സ്റ്റാർ. നമ്മൾ ചോറ് വാങ്ങിച്ചോണ്ട് വന്ന ഗൈസ്. എടുക്കാൻ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി. ഇപ്പം സമയം 3:15. ഇനി ഒരു 4-4:30 ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഐവി ഒക്കെ കഴിഞ്ഞു. സമയം ഇപ്പോൾ 4:45 കഴിഞ്ഞു. 5 മണിയാവാറായി. ഞാൻ പറഞ്ഞില്ലേ ഇത്ര സമയമാവുമെന്ന്. 5 മണിയാവാറായി. അപ്പോൾ നമ്മുടെ ഹോസ്റ്റലിലെ മെസ്സൊക്കെ അടച്ചാണ്. ചായ ഒന്നും കിട്ടത്തില്ല. നമ്മൾ വിചാരിച്ചു താഴെ ഫുഡ് കോർട്ടിൽ വന്ന് ചായ എന്തെങ്കിലും കുടിക്കാം. ചായയോ കോഫിയോ ഐസ്ക്രീമോ എന്നെ കാണാമോ? ഐസ്ക്രീമോ എന്തായാലും കുടിക്കാം എന്ന് വിചാരിച്ചു. അതാ ഫുഡ് കോർട്ട്. കുടിച്ചിട്ട് ഞങ്ങള് തിരിച്ചു പോകും. ഒരു ബൈ പറ. ഹോസ്റ്റലിൽ പോണില്ലേ? ഐസ്ക്രീം മതി. ചൂട് വേണ്ട, തണുത്തത് മതി.